ഗൈസ്, അങ്ങനെ നമ്മുടെ ബോഗൻവില്ലയും അടിപൊളിയായിട്ട് പൂത്തു കേട്ടോ. എനിക്ക് വലിയൊരു പരാതിയായിരുന്നു, നമ്മുടെ വീട്ടിലെ ബോഗൻവില്ല മാത്രം പൂക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇത് 2 വർഷത്തോളമായിട്ട് പൂക്കാതിരുന്നൊരു ചെടിയാണ്. ഇത് ചട്ടിക്കകത്തിരുന്ന് അതിൻ്റെ വേരൊക്കെ ഉറച്ച് വേരോട്ടമൊന്നും ഇല്ലാണ്ടിരുന്ന ചെടിയാണ്. അപ്പോൾ ഈ സീസൺ ആയപ്പോഴത്തേക്ക് നമ്മൾ അത് ചട്ടിയിൽ നിന്ന് ഇളക്കി മാറ്റി വെച്ചു. അതെല്ലാം പൂത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഒരു വെള്ള ബോഗൻവില്ല, ഒരു കുഞ്ഞു കമ്പ് നമ്മൾ കൊത്തി വെച്ചത്, അതിലും ദേ പൂവാ. അങ്ങനെ നമ്മുടെ ബോഗൻവില്ല എല്ലാം അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ കുഞ്ഞു ചെടിയുടെ തുമ്പത്തൊക്കെ വരുന്ന പൂക്കൾ, മുട്ടുകളുണ്ട്. എന്തോരം മുട്ടുകളാണെന്ന് നോക്കി. ഇതിൽ പൂ കഴിഞ്ഞായിരുന്നേ, അതിനുശേഷം അത് പ്രൂൺ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാലും ഇതിൽ കമ്പിൽ പൂ വരുന്ന കാരണം നമ്മൾ പ്രൂണിങ് നിർത്തി അതിനെ അങ്ങനെ തന്നെ നിർത്തിയേക്കുക. എന്തായാലും ഭയങ്കര സന്തോഷമാണ് ഈ സീസണിൽ നമ്മുടെ വീട്ടിലെയും ബോഗൻവില്ല എല്ലാം പൂത്തത് കാണുമ്പോൾ ഉള്ള സന്തോഷം ഭയങ്കരമാണ്. ഗൈസ്, ഞാൻ കാണിച്ചത് ഇത്രയും ബോഗൻവില്ലയാണ് നമുക്കുള്ളത്, അതിലെല്ലാം ഏകദേശം പൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബോഗൻവില്ല കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.